VT ഫുഡ് ആൻഡ് ഫാമിലേക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കാരണം കുറേ വ്യൂസിനെ കിട്ടിയ ഒരു വീഡിയോ ആണ് നമ്മുടെ വേസ്റ്റ് മലിനമാക്കാതെ നമ്മുടെ വേസ്റ്റ് ബക്കറ്റിനകത്ത് നിക്ഷേപിക്കുന്നതിൻ്റെ ഞാനൊരു വീഡിയോ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പലരുടെയും കമൻ്റ് ഉണ്ടായിരുന്നു, ഇത് നേരെ കിട്ടിയാൽ കൊള്ളാമെന്ന്. പക്ഷേ ഞാൻ അന്നേ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിക്വിഡായിട്ടുള്ള ഒന്നും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. അതായത് കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഒക്കെ വെള്ളമായിട്ടുള്ളതൊന്നും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വെള്ളവും അതും ഇതുമെല്ലാം കൂടെ ഒരുപാട് ബുദ്ധിമുട്ടിലായിട്ട് പോവും. ഇപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം ഡ്രൈ ആയിട്ടുള്ളതായിരുന്നു ഇതിനകത്ത് ഇട്ടിരുന്നത്. അങ്ങനെ ഇട്ട് അപ്പം അത് ഒരെണ്ണം നിറഞ്ഞ് അതിനെ അടിയിലോട്ടാക്കി അടുത്തതിനെ എടുത്ത് മേളിൽ വെച്ച് ഇട്ടിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ അത് ഞാൻ ഏറ്റവും അവസാനം ഇരിക്കുന്നത് കാണിക്കാം. ഇതാണ് ഫസ്റ്റിലെ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റിലെ ഇട്ട വേസ്റ്റ് എല്ലാം കൂടാണ് ഇതേ പൗഡർ രൂപ. ഇത് ഏതാണ്ട് 6-7 മാസമായി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇപ്പം പൗഡർ രൂപത്തിലായിട്ടുണ്ട്. എന്നാൽ ഏതാണ്ട് കിടന്ന് അതിനകത്ത് കിളിർക്കുകയും ചെയ്തു. ഏതാണ്ട് നല്ല പൗഡർ രൂപത്തിലാണ് കിളിർത്ത് ഏതാണ്ട് അതിനകത്ത് കിടന്ന് കിളിർക്കുകയും ചെയ്തു. ദേ നമ്മൾ വെള്ളത്തോടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ജ്യൂസായിട്ട് ഇതിൻ്റെ പുറത്തുകൂടെല്ലാം പോവും. കാരണം ഇതിന് ഹോളുണ്ടല്ലോ, ഈ ഹോള് ഉള്ള പാത്രത്തിനകത്തൂടെ ഇതെല്ലാം വീഴും. ഈ ഹോളിനകത്തൂടെ ജ്യൂസായിട്ട് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് വീഴാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രം അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പക്ഷേ അത് അത്ര സക്സസ് ആവത്തില്ല. നമുക്ക് ആ വെള്ളം എടുത്തിട്ട് അതിൻ്റെ 6-7 ഇരട്ടി വെള്ളം ഒഴിച്ച് നമുക്ക് പച്ചക്കറിക്കൊക്കെ ഒഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു പാത്രത്തിനകത്ത് വന്ന് വീഴുന്നത് അത്ര സക്സസ് അല്ല. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിഭാഗത്തോട്ട് ഇത് വീഴത്തക്ക രീതിയിൽ ഉള്ള പൈപ്പോ വല്ലതും കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഉണ്ടാവാൻ. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള വേസ്റ്റും അതിനകത്ത് ഇടാൻ പറ്റും. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് മാത്രമേ ഇങ്ങനെയുള്ളതിനകത്ത് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനായിട്ടു, എനിക്ക് ഡ്രൈ ആയിട്ടുള്ള വളം കിട്ടി. അപ്പോൾ ഇനി നമ്മൾ പച്ചക്കറി എന്തായാലും നടുന്ന കൂട്ടത്തിൽ ഇത് ഒരു 2 പിടിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു വളമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ആണ്, എനിക്ക് അത് ആഗ്രഹമായിരുന്നു നിങ്ങളെ അത് കാണിക്കണമെന്ന്. കാരണം ഇത് ഇടുന്നതിൻ്റെ അന്ന് ഞാൻ ഇട്ട വീഡിയോയും അത് ഇട്ടതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് ആ വളമായി കിട്ടുന്നതും കാണിക്കണമല്ലോ. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ രീതിയിലായി കിടക്കുക. കണ്ട് ഇത്തരത്തിലായി കിടക്കുന്നത്. വെള്ളത്തോടു കൂടി ഒരു സാധനവും ഇതിനകത്ത് ഇടരുത്. നമ്മൾ പച്ചക്കറി കഴുകി അതിൻ്റെ വെള്ളം പോയതിന് ശേഷം മാത്രം അരിയുന്ന വേസ്റ്റ് മാത്രമേ ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ. ഇതിനകത്ത് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ട്. ഈ പുഴുക്കളുണ്ടെങ്കിലേ നമുക്കിതെല്ലാം വളമായിട്ട് കിട്ടത്തുള്ളൂ. ഇതുണ്ട്, ഇതിനകത്തുണ്ട് പുഴുക്കൾ. ഇതേ തരത്തിലുള്ള പുഴുക്കളുണ്ട്. ഈ പുഴുക്കളാണ് ഇതിനെ എല്ലാം നല്ല വളമാക്കി തരുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വളമാവുക. പക്ഷേ ഈ ജ്യൂസായിട്ട് വരുന്നതാ ബുദ്ധിമുട്ട്. ജ്യൂസായിട്ട് വരുന്നത് വീഴാനുള്ള പാത്രം വേണം. അത് താഴോട്ട് വീഴത്തക്ക രീതിയിൽ ഒരു പൈപ്പിൻ്റെ കണക്ഷനോ എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ ഉള്ള ഒരു സംവിധാനം വേണം. അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം അതിനകത്ത് വന്ന് വീഴും. അത് നമുക്ക് പിറ്റേ ദിവസം എടുത്തേ വെച്ച് അതിൻ്റെ 6-7 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് നമ്മുടെ പച്ചക്കറിക്കോ ഇതേമാതിരി നമ്മുടെ ഈ പൂ പിടിച്ച് നിൽക്കുന്നില്ലേ ഈ ഓർക്കിഡിനൊക്കെ, ഇതിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ ഞാൻ ഇതേ രീതിയിലുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഇതേ ഓർക്കിഡിൻ്റെ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നത് കണ്ടോ. ഇതേമാതിരിയുള്ള വളമാക്കി ഞാൻ കൊടുക്കുന്നതാണ്. കാരണം ഇതിനകത്ത് വെള്ളം ഒഴിച്ച്
നല്ല ലിക്വിഡാക്കി നേർപ്പിച്ച് വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അത് മാത്രമൊക്കെയാണ് ഇതിൻ്റെ വളമെന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഞാൻ വളം കൊടുക്കുന്നത് നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുമല്ലോ, ചാണകപ്പൊടി, പച്ചച്ചാണകം, കുറച്ച് പിന്നെ എല്ലുപൊടി, ശകലം വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ഇത് ഇത്രയും ഇടും. പിന്നെ നമ്മൾ ശീമക്കൊന്നയുടെ ഇല അതും കൂടെ ഒക്കെ ഇട്ട് ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേന് നല്ലൊരു വളമാവും അത്. അതിനകത്തുനിന്ന് തെളിവെള്ളം കുറച്ചെടുത്ത് അതിനകത്ത് കുറേ വെള്ളം ചേർക്കും. ഏതാണ്ട് ഒരു 7-8 ഇരട്ടിയെങ്കിലും വെള്ളം ചേർക്കണം. അത്രയും നേർപ്പിച്ച് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പൂക്കൾ ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇത് ഒരു മജന്ത കളറിലെ പൂവാണ്. മജന്ത കളറിലെ അതിൻ്റെ മൊട്ട് വരുന്നതേ ഉള്ളൂ. കുറേ പൂ പിടിച്ചതാ. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് പച്ചക്കറിക്ക്, ചെടിക്ക് എല്ലാം പ്രയോജനമാണ്. നമ്മൾ പുറത്ത് കൊണ്ടുപോയി തള്ളുന്നതിനേക്കാളും നല്ലതായിട്ട് നമ്മൾ വീട്ടിൽ ഈ വളം ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടു കാണുമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പം കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയ വേസ്റ്റ് ബിൻ കൊണ്ട് ഇത്രയും ഉപകാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.